ഇപ്പം ഞാൻ നിൽക്കുന്നത് മധുരയിലാണ്, തമിഴ്നാട്ടിലെ മധുരൈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ പോകുന്നത് മധുരയിലെ ഫേമസ് ആയിട്ടുള്ളൊരു പൂ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. മധുരയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മധുര മല്ലികപ്പൂ. അപ്പോൾ മധുര മല്ലികപ്പൂ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇവിടെ മധുര റെയിൽവേ സ്റ്റേഷന് അടുത്ത് തന്നെ പെരിയാർ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡുണ്ട്. മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 100 മീറ്റർ പോയാൽ മതി പെരിയാർ ബസ് സ്റ്റാൻഡിലോട്ട്. അപ്പോൾ ഈ പെരിയാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിലോട്ട് ബസ് കിട്ടും. ഈ മാട്ടുത്താവണി എന്ന് പറയുന്ന സ്ഥലത്താണ് മല്ലികപ്പൂ മാർക്കറ്റ് ഉള്ളത്. ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് പെരിയാർ പേരുന്ന നിലയത്തിൽ നിന്ന് മാട്ടുത്താവണിയിലോട്ട് പോകുന്ന ബസ് ഇതാ ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മധുര റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നാലും ഈ മാട്ടുത്താവണിക്ക് പോകാൻ വേണ്ടിയുള്ള ബസ് കിട്ടും. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് മധുര റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന അണ്ണന്മാർ പറഞ്ഞ് ഈ റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ മാട്ടുത്താവണിയിലോട്ട് പോകാൻ വേണ്ടിയുള്ള ബസ് അവിടെ നിന്ന് കിട്ടുമെന്നാണ് പറഞ്ഞത്. മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിലോട്ട് പോകാൻ വേണ്ടിയുള്ള ബസ്. അപ്പോഴെന്തായാലും നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോവാം. ഇതോ ആ കാണുന്ന ആ പെരിയാർ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് കുറച്ച് നടന്നാൽ മതി, ഒരു 100 മീറ്റർ നടന്നാൽ മതി. വേണ്ട, ഇനിയിപ്പോൾ അവിടെ വരെ നടക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആ ബസ് കിട്ടുമല്ലോ. അപ്പോഴെന്തിനാണ് അവിടെ വരെ പോകുന്നത്? ഞാൻ ഇവിടെ നിന്നപ്പോഴത്തേക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വണ്ടി കണ്ട്. അത് കാണിക്കാൻ പറ്റുമോ എന്നറിയാൻ വയ്യ. വണ്ടികൾ തലങ്ങും വിലങ്ങും വന്നുകൊണ്ടിരിക്കുക. റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോയെങ്കിലേ ആ വണ്ടി കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു വണ്ടി നിർത്തിയിട്ടിട്ടുണ്ടേ, കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, വണ്ടിയുടെ പേര് നിത്യ. കൊള്ളാമല്ലേ? ഒരു ചെറിയ മിനി ബസ് പോലെ ഉണ്ട്. 3 വീലറാണ്, പക്ഷേ കുറേ ആളുകൾക്ക് കയറാം. ഇതെങ്ങോട്ട് പോകുന്നതെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഇതിൽ കയറി അങ്ങ് പോകാമായിരുന്നു. മാട്ടുത്താവണി പോകും. മാട്ടുത്താവണി മാട്ടുത്താവണി പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വണ്ടി തന്നെ പോവാം. വെറൈറ്റി വണ്ടി, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, ഒരുപാട് പേർക്ക് ഇരിക്കാം. എനിക്കൊന്ന് ഓട്ടോയ്ക്കകത്ത് ബോഡി ചെയ്തിരിക്കുമെന്നാണ് തോന്നുന്നത്. ആപ്പയ്ക്കകത്ത് ബോഡി ചെയ്തിരിക്കുവാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ മാട്ടുത്താവണി പൂ മാർക്കറ്റിൻ്റെ അടുത്ത് ഓട്ടോ വന്നിറങ്ങിയിരിക്കുക. ഓട്ടോ എന്ന് വെച്ചാൽ ഓട്ടോ പോലത്തെ ഒരു വണ്ടി. ഈ റോഡിന് അപ്പുറത്തോട്ട് പോകണം, മാട്ടുത്താവണി പൂ മാർക്കറ്റിലോട്ട്. മാട്ടുത്താവണി എന്ന് വെച്ചാൽ മധുര പൂ മാർക്കറ്റ്. മധുര റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇവിടം വരെ വരുന്നതിന് ആ ഓട്ടോ കൂലി 30 രൂപയായുള്ളത്. ഷെയർ ഓട്ടോയാണ് അത്. പൂ മാർക്കറ്റിലോട്ട് പോയപ്പോഴത്തേക്കും ഇതാ ഒരു പച്ചക്കറിപ്പൂ, കോളിഫ്ലവർ ഇതായിരിക്കുന്നതൊക്കെ. മറ്റന്നാൾ പൊങ്കല ഇവിടെ തമിഴ്നാട്ടിലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല കച്ചവടം നടന്നുകൊണ്ടിരിക്കുക. ഇതെവിടെ കരിമ്പൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടില്ലേ. അങ്ങനെ പൂ മാർക്കറ്റിനകത്തോട്ട് കയറാൻ വേണ്ടി പോവുക. അതിന് വെളിയിലായിട്ട് തന്നെ ചെറുകിട കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഇതാ ചെറിയ ചെറിയ മല്ലികപ്പൂ കെട്ടൊക്കെ ആയിട്ട് കണ്ടില്ലേ. ഇവിടെ കണ്ടില്ലേ വയലറ്റ് കളർ പൂവൊക്കെ നോക്കേ. ഇതൊക്കെ പേരെന്നാ എന്താ പൂവുക്ക്? ഡിസംബറാ. ഡിസംബർ എന്ന് പറഞ്ഞ പൂവായത്. ഇതൊക്കെ എന്നാ ഒരു മുഴകളോ റേറ്റ്? ആമാ 100 രൂപ അല്ലേ? ഇത് തലയിൽ വെക്കുന്നതാ? ആ, തലയിൽ വെക്കുന്ന കേട്ടോ. വയലറ്റ് കളർ പോകുന്നു അങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് പോകുന്ന കണ്ടിട്ടില്ല. ആ, ഡബിൾ കളർ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതും അന്ത റേറ്റ് താനാ? 150 രൂപ. ഇതും തലയിൽ വെക്കരുതാനാ? തലയിൽ വെക്കുന്നതാണോ എന്ന് ചോദിക്കുന്നതേ. ചിലത് സ്വാമിക്ക് ഇടുമല്ലോ. സ്വാമിക്ക് ഇടുന്നതല്ലേ? ആ, ശരിമ്മ. ഇവിടെ തുളസിയൊക്കെ ജസ്റ്റ് ഒന്ന് സാപ്പിടലാമോ? ആ തുളസി കഴിക്കാന്നൊക്കെയാ പറയുന്നത് കേട്ടോ. ഇവിടെ പൂ പല പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ട് ലേലം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി തുടങ്ങുക. 1 kg 100 ടുഡേ റേറ്റ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വില 100 രൂപ 1 കിലോ ജമന്തി, മഞ്ഞ ജമന്തി. അങ്ങനെ ഇവിടെ പൂവും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെയൊക്കെ നാരങ്ങ കച്ചവടം, തേങ്ങ കച്ചവടം, ഇഞ്ചി കച്ചവടം, അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെയാണ്. മഞ്ഞളും എല്ലാം ഉണ്ട്. കണ്ടില്ലേ മഞ്ഞളൊക്കെ. ഇത് ഇവിടെയുണ്ട് തുളസി കച്ചവടം. ഇത് എന്നെ കിലോവാ? ഇല്ല, കിലോ എവ്വളോ? 50 രൂപ. ശരി ശരി. ഇതാ നോക്കേ, കാതൽ റോജ. കൊള്ളാല്ലേ? ഇവിടെയൊക്കെ നോക്കേ താമരപ്പൂവൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ. താമര മൊട്ട്, വെള്ള താമര അല്ലേ, അമ്പലത്തിന് വേണ്ടിയിട്ടുള്ളയാ. ഒരെണ്ണം 25 രൂപ. ചിന്നതാ 15. ഇത് 2 25, ഇത് 15. ഓക്കെ. ഭയങ്കര മാർക്കറ്റാട്ടോ. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്.
സാധാരണ നമ്മൾ ഈ മീൻ മാർക്കറ്റിലും അങ്ങനത്തെ മാർക്കറ്റിലൊക്കെ അല്ലേ ഇത്രയും ആൾക്കാരെ കണ്ടിട്ടുള്ളത്. ഇത് പൂ മേടിക്കാൻ വേണ്ടി ഇത്ര ആൾക്കാരോ? നോക്കേ, ഇവിടെ വേറെ ഏതോ ചാനലിൻ്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഇത് മല്ലികപ്പൂ എന്ന് சொல்லி അതുതാണല്ലേ? ഇതാ മല്ലികപ്പൂ. ആ മല്ലികപ്പൂ മുട്ട ഇട്ടിരിക്കുക. 200. ഓ, ഒരു മുഴം 200 രൂപ. മുല്ലപ്പൂ ഒരു ഇതിന് 250 രൂപ. ഓ, ഇത് 250 രൂപ 4 മുഴം ഉണ്ടെന്നാണ് പറയുന്നത്. മുല്ലപ്പൂവും മല്ലികപ്പൂ രണ്ട് താനല്ലേ? ഞാൻ വിചാരിച്ചു മുല്ലപ്പൂവിനെ തമിഴ്നാട്ടിൽ മല്ലികപ്പൂ എന്നാണ് പറയുന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, മുല്ലപ്പൂവും മല്ലികപ്പൂവും രണ്ടാ. അപ്പോൾ ഇതാണ് മല്ലികപ്പൂ. ഇവിടെ പൂ നല്ല ഡെക്കറേഷനിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. 40 രൂപ. ഇത് കൊള്ളാമല്ലേ? നല്ല ഭംഗിയുണ്ട്, നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഇത് 40 രൂപ എന്നാണ് പറയുന്നത് ചാർജ്. ആ, ഇതും കൊള്ളാമല്ലോ. ഇത് 30 രൂപ. കൊള്ളാമല്ലേ? ഇവിടെ വലിയ വലിയ റോസൊക്കെ ഇരിപ്പുണ്ട്. ഇതാ നോക്കേ, നല്ല വലിയ റോസ്. ഒരു താമരയുടെ അത്രയുണ്ട്. അത്രയൊന്നുമില്ല, എങ്കിലും വലിയ റോസാ. കൊള്ളാമല്ലേ? 20 രൂപ ഉള്ളൂ ഇതിൻ്റെ വില. ഇവിടെ മഞ്ഞ, ചുമപ്പ്, മജന്ത അങ്ങനെ പല പല കളർ ടൈപ്പ് റോസുകൾ നിരത്തി വെച്ചിരിക്കുക. ഇത് 250. ഇത് 350. അങ്ങനെ പല പല വിലയ്ക്കുള്ളതുണ്ട്. ഇതാ നോക്കി, ഓരോ സ്ഥലങ്ങളിലോട്ടും ചെറുകിട കച്ചവടത്തിന് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോവുക. ഈ അമ്പലങ്ങളുടെയൊക്കെ ഫ്രണ്ടിൽ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. ഒരേ ടൈപ്പ് പൂക്കൾ തന്നെ പല പല കടകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാ കടകളിലും ഒന്നും കയറുന്നില്ല. എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നമുക്കിങ്ങനെ തോന്നുമല്ലോ. അങ്ങനത്തെ അതാ ഇവിടെ നോക്കേ, മൊട്ടുകൾ. ഇത് എന്നാ പൂ? ഇത് ഓ, പിച്ചിപ്പൂ, ജാതിപ്പൂ. 100 ഗ്രാം 170. അത് 180. കളർ പിച്ചി, അത് നോർമൽ പിച്ചി. മുല്ലൈ. ആ, ഇത് കളർ പിച്ചി എന്ന് പറഞ്ഞ പൂവായത്. ഇത് 100 ഗ്രാം 170 രൂപ. അത് മുല്ലമൊട്ട് 100 ഗ്രാം 180. ഇതാ നോക്കാം, ഇവിടെ മഞ്ഞ കളറിൽ ഇത് കിലോ 120 രൂപ അതിൻ്റെ വില. അതാ ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ഇതുവഴി അപ്പുറത്തോട്ടൊന്ന് പോയി നോക്കാം. ഇത് ഇവിടെ ഒരു പൂ നോക്കി, ഇതിൻ്റെ കളറ് ഒരു വ്യത്യസ്തമായിട്ടുണ്ടല്ലോ കാണാൻ. ഇതെന്നെ പൂവമ്മ? ഇത് ചിന്താമണി. ചിന്താമണി എന്നായി പൂവിൻ്റെ പേര്. ഇത് തന്നെ കിലോവാ? കിലോ 100 രൂപ. ഇത് നോക്കിയാൽ ഒരു പ്രത്യേക തരം ഇല. ഈ ഡെക്കറേഷനൊക്കെ വേണ്ടി വെക്കുന്നത് കാണാം. സ്റ്റേജ് ഡെക്കറേഷനൊക്കെ പൂ വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഈ പച്ച സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് ഇങ്ങനെ കുത്തി വയ്ക്കത്തില്ലേ പൂവിൻ്റെ കൂടെ, ആ ഐറ്റമായത്. 80 രൂപ കിലോവാ? ഓ, കിലോ 80 രൂപയത്. ഇതൊക്കെ പേരെന്നാ? ചബക്ക്. ഇത് മാല കെട്ടുന്നതൊക്കെ അല്ലേ? ഇതാ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു വലിയൊരു മാല, വലിയൊരു ഹാരം. ആളുകളൊക്കെ മരണത്തിനിടുമല്ലോ, മരിക്കുമ്പോഴിടും, പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇടുന്നതാ. എന്തായാലും കൊള്ളാം, നല്ല നീളമുണ്ട്. ഏകദേശം ഒരു 5 അടി നീളമുണ്ട്, നല്ല കനത്തിലുമുണ്ട്. 2000 രൂപ അതിൻ്റെ വില. ഇവിടെ വേറൊരു കടയിൽ നോക്കേ, ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാ ഇത്. ഓ, ഇങ്ങനെ ജോയിൻ്റ് ആവും. ആ ഓക്കെ, അത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതേപോലെ ഇപ്പുറത്തെ സൈഡിലും വരും. അപ്പോഴിങ്ങനെ വരും. ഇവിടെ ആയിട്ട് തുളസിയുടെ സെക്ഷനാ. കംപ്ലീറ്റ് ആൾക്കാരുടെയിലും തുളസി ആയിരിക്കുന്നത്. കിലോ 35. അപ്പോൾ അപ്പോഴേ കിലോ 35 രൂപയ്ക്കാണ് തുളസിയുടെ കച്ചവടങ്ങൾ നടക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ എല്ലാവരുടെയിലും തുളസി ആയിരിക്കുന്നത്. ഒരു പ്രത്യേക തരം കളറുള്ള പൂ എന്ന് പറയുമ്പോഴത്തേക്കും വെള്ള കളറിൽ അഴുക്ക് പറ്റുമല്ലോ, അതേ കണക്കിരിക്കും. കണ്ട വെള്ളപ്പൂ വാടുമ്പോഴത്തേക്കൊക്കെ ഉള്ളൊരു കളറില്ലേ, അതേപോലത്തെ ഒരു കളറ്. ഇതൊക്കെ പേരെന്നങ്ങ? ജമന്തിയാ? ഇത് കൊള്ളാം, ജമന്തി തന്നെ. ഇത് അതിൻ്റെ വേറൊരു ബ്രീഡാണെന്നാണ് പറയുന്നത് ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും. ഇത് ജണ്ടുമല്ലി. നമ്മൾ സാധാരണ എല്ലാ പൂക്കടയിലും കാണുന്ന പൂവായത്. കംപ്ലീറ്റ് മഞ്ഞ കളറ് ജമന്തിയുടെ കച്ചവടങ്ങളാണ്. പല ടൈപ്പ് ജമന്തികളുണ്ട്. ഇത് ലൈറ്റ് മഞ്ഞ, ഇതെവിടെ ഡാർക്ക് മഞ്ഞ ഇവിടെ കണ്ടായിരുന്നു. ഇത് അവിടെയൊക്കെ ഡാർക്ക് മഞ്ഞ ഇരിപ്പുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതൊക്കെ കുറച്ച് ഡാർക്ക് കളറാണ്. 130. ഓ, ഇത് കിലോ 130 രൂപ. ആ, ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി. ഈ വെള്ളപ്പൂവിൽ അഴുക്ക് പറ്റിയതുപോലെ നേരത്തെ ഇരിക്കുന്ന ആ പൂവിൻ്റെ കളറുള്ളത്, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇതാ കണ്ടില്ല, ഇവിടെ ആയിട്ട് പൂ കെട്ടുന്ന വാഴയുടെ ഒരു നാരുണ്ടല്ലോ, അത് ബൾക്കായിട്ട് വെച്ചിരിക്കുക. ഇത് ഒരു കെട്ടിക്കവളോ. ഇത് അവിടെ എണ്ണയൊക്കെ എടുക്കുക, അളന്നൊക്കെ എടുക്കുക. അതാ കണ്ടില്ലേ, 10 എണ്ണം 50 രൂപ. ഓ, ഇത് 10 പീസ് 50 രൂപ. അതായത് ഇങ്ങനെ എടുക്കുന്ന 10 പീസ്. ഇതേ കണക്ക് 10 പീസ് 50 രൂപയാണെന്നാണ് പറയുന്നത്. അതേപോലെ 10 പീസാക്കി കെട്ടി വെച്ചിരിക്കുന്ന അതായി ഇവിടെ ഈ കാണുന്നത്. ഇവിടെയൊക്കെ ആയിട്ട് മാല കെട്ടുന്നതിൻ്റെ ഇടയിൽ വെക്കുന്ന പച്ച ഇലയുണ്ടല്ലോ,
അതിൻ്റെ കച്ചവടങ്ങളൊക്കെയാണ്. അതവിടെ വെള്ളം തെളിച്ചുകൊണ്ട് വയ്ക്കുക വാടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. വലിയ ഹാരം കെട്ടുന്നതിൻ്റെ ഇടയിലൊക്കെ വെക്കത്തില്ലേ, പൂവിൻ്റെ ഇടയിൽ, അങ്ങനെ വെക്കുന്ന പച്ച ഇലയായത്. എൻ്റെ ഇലയ്ക്ക് പേരെന്താ? പച്ചല. സാധാരണ നമ്മൾ ഈ പൂവെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മൃദുവായിട്ട് കൈകാര്യം ചെയ്യുന്ന കാര്യമല്ലേ. ഇതിപ്പോഴ് ബൾക്കായിട്ട് ഭയങ്കര വെയിറ്റായിട്ട് ചാക്കൊക്കെ എടുത്ത് തലയിൽ വെച്ചിട്ട് എങ്ങനെയും അവർക്ക് ഈ കെട്ടൊന്ന് താഴെ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വഴി എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഭയങ്കര തിരക്കല്ലേ, ആളുകളിങ്ങനെ ഫ്രണ്ടിൽ കയറി നിൽക്കും തടസ്സമായിട്ട്. അങ്ങനത്തെ പൂ മാർക്കറ്റിൻ്റെ ഒരു എൻഡിലായിട്ട് ഇവിടെ നാരങ്ങ കച്ചവടവും അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഇതാ കണ്ടില്ലേ, നാരങ്ങ, പിന്നെ മധുരക്കിഴങ്ങ്, പഴം, തക്കാളി, അങ്ങനത്തെ പല ടൈപ്പ് കച്ചവടങ്ങളും ഉണ്ട്. പൂ മേടിക്കാൻ വരുന്നവർ വീട്ടിലേക്കുള്ള പച്ചക്കറിയും കൂടെ മേടിച്ചിട്ട് പോകും. ഇതെവിടെ പൂ മാർക്കറ്റിൻ്റെ അടുത്തായിട്ട് കണ്ടൊരു വണ്ടിയാണ് 407 മോഡിഫൈ ചെയ്തിരിക്കുന്ന കണ്ടില്ലേ. ഇത് നമ്മുടെ ഈ ഉത്സവത്തിനൊക്കെ ഫ്ലോട്ടൊക്കെ കൊണ്ടുവന്ന ലോറി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ, ആ വണ്ടിയായത്. എല്ലാവർക്കും അറിയാം, പിന്നെ ചില ആളുകൾക്ക് അറിഞ്ഞുകൂടല്ലോ, അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ ഞാനിങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന്. എല്ലാ കാര്യവും എല്ലാവർക്കും ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ഈ പൂ മാർക്കറ്റിൻ്റെ അകത്ത് മാത്രമല്ല, പൂ മാർക്കറ്റിൻ്റെ വെളിയിലും ഉണ്ട് കച്ചവടങ്ങളൊക്കെ. അതാ വലിയ ഹാരങ്ങളൊക്കെ കെട്ടിയിട്ടിരിക്കുന്നതൊക്കെ, വലിയ ഹാരം ഇവിടെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കിടപ്പുണ്ട്, കണ്ടില്ലേ. അങ്ങനെ വെളിയിലൊക്കെ ആയിട്ടുണ്ട് കച്ചവടങ്ങളെല്ലാം. ഇവിടെയൊക്കെ ചെറുകിട കച്ചവടക്കാരൊക്കെ ഇരിക്കുന്നത് വരിയായിട്ട് ഇരിപ്പുണ്ട്, നിരയായിട്ട്. അങ്ങോട്ടെല്ലാം ഉണ്ട്, ഇഷ്ടംപോലെ കച്ചവടമുണ്ട്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ മധുരയിലൊക്കെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നതായിരിക്കും. പല ബിസിനസ്സിന് വേണ്ടിയിട്ട് വരുന്നവരുണ്ട്, പിന്നെ അല്ലാതെ വെറുതെ കറങ്ങാൻ വേണ്ടി വരുന്നവരുണ്ട്. ഈ മധുര മീനാക്ഷി അമ്മൻ കോവിലിൽ പോകാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. അപ്പോഴവിടെയൊക്കെ പോയിട്ട് അവർക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഈ മധുര പൂ മാർക്കറ്റിലോട്ടൊക്കെ വരാം. ഈ മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഈ മധുര പൂ മാർക്കറ്റിലോട്ട്. മധുര റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ വണ്ടി കിട്ടും ഇങ്ങോട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഈ പ്രൈവറ്റ് വാഹനങ്ങളിൽ വരുന്നവർക്ക് മാട്ടുത്താവണി ഫ്ലവർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ മതി ഈ മധുര പൂ മാർക്കറ്റിൽ എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് സമയം കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. എൻ്റെ പ്ലാൻ സത്യത്തിൽ പളനിക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ആ പളനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻ മിസ്സായപ്പോഴത്തേക്കും പിന്നെ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ച്. ഇഷ്ടംപോലെ ബസ് പളനിക്കുണ്ട്. അപ്പോൾ എന്തായാലും രാവിലെ ഈ മധുരയ്ക്ക് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് ഈ മധുര പൂ മാർക്കറ്റിലോട്ട്. അപ്പോൾ ഈ മധുര പൂ മാർക്കറ്റിലൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ഇറങ്ങി വെളിയിലോട്ട് വന്നിരിക്കുക. അപ്പോൾ ഈ മധുര പൂ മാർക്കറ്റിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തടുത്ത ഓരോരോ വീഡിയോയിലായിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ശരി.